അപ്പൊ this is Koramangala, guys, and we are vibing in Koramangala right now, you know. Phone in the moon കൊണ്ടുവരണം. പിന്നെ ഏത് പബ്ബിൽ കയറണ്ടേ? ട്രഫിൾസ് പബ്ബിൽ കയറാൻ പോയി ഞങ്ങള്. ട്രഫിൾസ് പബ്ബിൽ കയറിയിട്ട് ഞങ്ങളൊരു ഷേക്ക്, പിന്നെ സംതിങ് എൽസ്, സംതിങ് എൽസ് ആയിട്ട് പിന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ മതി. എന്താ സംതിങ് എൽസ്? എടാ നമുക്ക് പറ്റിയ പരിപാടിയില്ലാന്ന് തോന്നുട്ടോ. ഭയങ്കര ഓണാണ് ഗൈസ്, പ്രത്യേകിച്ച് ഇന്ന് ഹാലോവീൻ ആയതുകൊണ്ട് ഇവിടെ ഫുള്ള് ഭയങ്കര ഓണാണ്. ഇവിടെ മൊത്തം ആൾക്കാരാണ് ഇങ്ങനെ കൊറേ ടൈപ്പ് കളറുള്ള. ആടെ കാര്യമായിട്ടും എല്ലാം കേൾക്കണ്ടേ? നീ അന്ന് നീ പറഞ്ഞ എന്തിനാ പറയാനുള്ളത്? ഹാലോവീനായിട്ട് വൈബ് എങ്ങനെയാണ്? എല്ലാവരും ഡബ്ല്യൂസ് എന്ന് പറയുന്നത് എന്താണോ? അപ്പൊ വി വിൽ ഷോ യു അറൗണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ട്രഫിൾസ് കയറാൻ പോണ ഗൈസ്. ഷുഗർ ഡയറ്റിലാണ്. ഇവിടെ ഒരാൾ ഷുഗർ കട്ടിലൊക്കെ ആണെന്ന് പറയുന്നത്. ഹെൽത്തി ആണ്, ഹെൽത്തി എന്നൊക്കെ പറയുന്നത്. ആ വാ, ലെറ്റ്സ് ഗോ ടു ട്രഫിൾസ്. ഓൾ ബ്ലാക്ക് കാറ്റ്സ് ഒക്കെ. സോ വി ആർ ഗോയിങ് ടു ട്രഫിൾസ് റൈറ്റ് നൗ. ഓക്കെ, ഞങ്ങൾ എന്താ ഓർഡർ ചെയ്യണം എന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, അരക്കാൻ പോലെ പാട് കിട്ടൂലേ? കയ്യോടിച്ചെടുക്ക് ഈ സൈഡ് തന്നെ സിംഗിൾ കാണല്ലോ. ഇതിപ്പോ നമ്മളെ അവസാനം അവര് എനിക്ക് വരും. ഇത് ഡ്രസ് ലെസ്സസാണ്. ഓരോ മണി വരാണ്ടല്ലോ. ഇതോ ഓരോ പണ്ടോ ഇങ്ങനെ എണ്ണമെങ്കിൽ എടുക്കട്ടെ. എടുത്താലേ അത് ബ്ലോഗിൽ കേട്ടാ നമുക്ക് ബില്ല് കൊടുക്കും. ഇവൻ ബില്ല് കൊടുക്കും, പക്ഷെ ബില്ലിൽ വരണ നൈസായിട്ട് ബുക്കും. എല്ലാരും കേട്ടു പൊളിച്ചു. ഇത് 2 ബില്ലുണ്ട്, അത് കാണിക്കും. ബില്ലിൽ വരണ നൈസായിട്ട് മാറ്റും. അത് ബില്ല് മാറ്റിക്കും. 6 പേര് 2 കഴിച്ചു അവര് നെല്ലും. അങ്ങനെ 2 ബില്ല് കൊടുക്കാൻ പോകുമ്പോ 6 പേര് 2 ബില്ല് കൊടുക്കാൻ വരണ മാറ്റം. ഞാൻ പറഞ്ഞു ഇപ്പൊ പറഞ്ഞു പോയതാ. അടുത്ത സാധനം വരുമോ? ഐസ്ക്രീം കമന്റിൽ തെറി വീഴുന്നുണ്ട്. തെറിയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ വരാൻ പോണത് ഇത് ലോകം മുഴുവൻ ചർച്ചയാവണം. തൊപ്പിയിലൊക്കെ നമ്മൾ അടിച്ചതും അറിയാതൊന്നും പറയില്ലേ? അത് കട്ട് ചെയ്താണ്. അത് കട്ടേതാട്ടാ. ഷാജാനൊക്കെ വരും ഇങ്ങനെ പറഞ്ഞപ്പോ മരുക്കണോല്ലേ, അല്ലാണ്ട് അതേപോലെ എടുക്കില്ല. അങ്ങനത്തെ കാര്യമായിട്ട് അതെ, എന്നാ പിന്നെ അങ്ങനെ ഇതിലെടുക്കണ്ട. മറ്റേ നോർമൽ എടുത്തായി അല്ല നിങ്ങൾ പോവും. ഇത് കോർമംഗലെ പബ് റൂട്ടിൽ നിന്ന് മാറിയിട്ടുള്ളൊരു ഏരിയയാണ്. സോ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ചുമ്മാ വൈബ് ചെയ്ത ട്രഫിൾസ് കയറി ഫുഡൊക്കെ അടിച്ച് വയറൊക്കെ നിറഞ്ഞു. അപ്പോൾ വിചാരിച്ചത്ര വൈബ് ഉണ്ടായില്ല. ഇവിടെ എല്ലാവരും അത്രയും ഡ്രസ്ഡ് അല്ല. നമ്മൾ വിചാരിച്ചു കൂടുതൽ കോസ്റ്റ്യൂംസ് ഒക്കെ ഉണ്ടാവും, പക്ഷേ അത്രയും കോസ്റ്റ്യൂംസും പരിപാടി ഒന്നുമില്ല. ഞങ്ങൾ ചെറിയ ആർട്ട് വർക്കൊക്കെ ചെയ്തിട്ടുണ്ടില്ലേ. ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കോമഡി ആവും.
ഹാലോവിൻ കോസ്റ്റ്യൂം ഉണ്ട്. എന്നാരും എംപയർ റെസ്റ്റോറൻറ്റ് ഞങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് സ്പോട്ടാണ് എംപയർ റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ ആഴ്ചയിൽ ഒരു 2-3 ടൈംസ് എങ്കിലും ഞങ്ങൾ ഇവിടെ എത്താറുണ്ട് എംപയർ റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ എല്ലാവരും ബാംഗ്ലൂർക്ക് വായോ. സി എല്ലാവരും തോക്ക. ഞങ്ങൾ ഇനി അടുത്തത് പോണത് സ്കൈ ലോഞ്ചിലേക്കാണ്. സ്കൈ ലോഞ്ചിൽ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം അവിടെ എന്തോ സെക്യൂരിറ്റി പ്രോബ്ലം. ബാംഗ്ലൂരിലെ മോസ്റ്റ് ഹൊറിഫൈങ് ആൻഡ് ടെറിഫൈങ് ആയിട്ടുള്ളൊരു വീട്ടിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഇവിടെ ഇടയ്ക്ക് ഈ വീട് കാണാൻ പറ്റുന്നില്ല. കപൂർ മാമൻ്റെ ഒന്നല്ല ഇത്. ഓ കപൂർ മാമൻ. വാട്ട് കപൂർ മാമൻ എന്താ പറ്റിയത്? ഞാൻ മറന്നുപോയി. വാട്ട് ഇസ് കബാബ് തൊണ്ടയിൽ ഒടുങ്ങി വെച്ചു. ഒരു കബാബ് കബാബ് കട നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ് കപൂർ മാമൻ. യു സി കപൂർ. ഇവിടെ റിയൽ ഹൊറർ ആൻഡ് ടെറിഫൈങ് പീപ്പിൾ ആർ സി. വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. ആരോ സംതിങ് ഇസ് ഫോളോയിങ്. ഈ വീട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റില്ല. ആക്ച്വലി ഇറ്റ്സ് വെരി ഹൊറിഫൈങ്. ഇവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് നിലവിളി ശബ്ദങ്ങൾ കേൾക്കാറുണ്ടെന്ന് പറയണ്ടായിരുന്നു കപൂർ മാമൻ്റെ. കപൂർ മാമൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കബാബിൻ്റെ ഓരോ പീസുകൾ കാണാൻ പറ്റും. കബാബ് തുപ്പിയിട്ടതും തൂറിയിട്ടതും. അപ്പോൾ വീടിന്റെ ദിസ് ഇസ് നോട്ട് എ നോർമൽ ഹൗസിംഗ്. അങ്ങോട്ട് നോക്ക് നേരെ ഫ്രീ സംതിങ്. അവിടെ എന്തൊക്കെയോ മാഞ്ഞു പോലും ഓടിപ്പോലും നിലവിളികളും. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കബാബ് കാണാം. ഇടയ്ക്കിവിടെ കബാബാണോ? കബാബ് തൊണ്ടേ കുടുങ്ങിയിട്ടാണ് കപൂർ മാമൻ മരിച്ചത്. എന്ത് അരക്കില പോലീസ്. ഓ മൈ ഗോഡ് ഗൈസ്, ഇടയ്ക്കൊന്നും പോലീസ് വന്നു. കോപ്സ് ക്ലാരിറ്റി. ഇവിടെ അങ്ങനെ നോർമലായിട്ട് ആരും അങ്ങനെ ആരും വരാറില്ല. ഇവിടെ ഭയങ്കര വിജനമായ ഇവിടെ ഇടയ്ക്ക് ശരിക്കും പറഞ്ഞ കാൽപെരുമാറ്റങ്ങളൊക്കെ കേൾക്കാം. ഒരു കാൽപെരുമാറ്റം കേട്ടുണരൂ. ആ പാട്ട് കേൾക്കാം നമുക്ക് ഇവിടെ. സംതിങ് വി ആർ ഹിയറിംഗ് സംതിങ്. നിലവിളികളും പരിപാടികളൊക്കെ ഇവിടെ നിന്ന് കേൾക്കാറുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ പതുക്കെ അകത്തേക്കാറ്. നമ്മളിവിടെ ചെക്ക് ചെയ്യാം. ഞങ്ങൾക്ക് പല സമയങ്ങളിൽ ഇവിടെ ചെക്ക് ചെയ്യണം തോന്നിയിട്ടുള്ളൊരു വീടാണിത്. കാരണം ഇടയ്ക്കിടയ്ക്ക് വീട് കാണാൻ തന്നെ പറ്റില്ല. ഇറ്റ് വിൽ ബി സോ ഇൻട്രസ്റ്റിംഗ്. നിങ്ങൾ കമന്റിൽ ഇത് രേഖപ്പെടുത്തണം. നിങ്ങൾ ആരെങ്കിലും ഈ വീട് മുമ്പ് കണ്ടിട്ടുണ്ടോ? വീഡിയോ ഇടുമ്പോ ആൾക്കാർ കാണുമല്ലോ. ആക്ച്വലി നമ്മളിപ്പോ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഇത് ഞങ്ങളുടെ അവസാനത്തെ ആൾക്കാർ. ഞാൻ മുള്ളിയ പ്രായത്തിന്റെ വീട് ഇതാണോ? നിനക്ക് എന്തൊരു ചേഞ്ച് പോലെ. ഗൈസ് വി ആർ ഗോയിങ് ഇൻ. ആർ വി ജമ്പിങ്? അതോ തുറന്നിട്ട് ചന്ദനം പൂത്ത പാല പൂക്കുന്ന പണ്ടത്തെ ആൾക്കാർ. അത് കപൂർ മാമന്റെ ജപ്തി എന്നല്ല, ഇത് പ്രേത വീടാന്ന് പറഞ്ഞ പറഞ്ഞ പോലെ. നിനക്ക് കന്നഡ അറിയുള്ളൂ? എല്ലാ ആൾക്കാർക്ക് അറിയുള്ളൂ. ഇത് ചാടിയിട്ട് പോലീസ് പിടിക്കാവോ? അല്ല കൊറേ കബാബ് തിന്ന് ബ്ലോക്കായി. പിടിച്ചിരുത്താൻ പറ്റിയില്ല. ആള് പോയി. 1/2 കിലോ കബാബ് ഫ്രീ കൊടുത്തിരുന്നു കുറച്ചാള്. അപ്പൊ നമ്മൾ ഉള്ളി കയറാൻ പോവാണ്.
പകുതി ചാട്ട പോലെ കടിക്കുന്ന നമ്മുടെ വീട്ടിലെത്തിക്കാൻ ഓ അത് മതിയില്ലേ? കട്ട് ചെയ്യണം അതായത് കട്ട് ചെയ്യാം. ചാട പോലെ കടിക്കാൻ ചാടിക്കോ. അവിടുന്ന് വേറൊരു കബൂർ മാമ വിളിക്കുന്നുണ്ട് നമ്മള്. എന്തൊക്കെ ചോദിക്കുന്നുണ്ട്. നൈസായിട്ട് അവനെ വശീകരിച്ച് കയറ്റിയവനെ. അവിടെ എന്തൊക്കെയാ ലൈറ്റ് പോലെ. ഓ മൈ ഗോഡ്, ലുക്ക് അറ്റ് ദിസ്. സംതിങ് ഈസ് ഷൈനിങ്. ഇവിടെ ജംപ് സ്കെയർ കൊടുക്കണം നമുക്ക്. നമ്മളെല്ലാരും ഞെട്ടി. എന്തോ വന്നു ഗൈസ്, പെട്ടെന്ന് എന്തോ ചാടി വന്നു. മരപ്പട്ടി വന്നു. നമ്മുടെ ജസ്റ്റിന്റെ പ്രിയ സുഹൃത്തായ ലാലാജി അവർകൾ പറയുന്നു. ലാലാജിനെ നമ്മള് കാട്ടി ഫേമസ് യൂണിയൻ ടെറിട്ടറി ലീഡർ കാണാം. ഷെയ്ക്ക് കൊടുക്ക്. ചാടി 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 എല്ലാരും പെട്ടെന്ന് ചാടി. അയ്യോ അയ്യോ മരീനെ അവിടെ പോയി കിടക്കണു. അതിന് നമ്മൾ അടിച്ചിട്ടില്ലല്ലോ. ഓടിക്കടാ. ആകാശം ഗൈസ്, നമ്മളിപ്പോ തിരിച്ച് പൊക്കോണ്ടിരിക്കണോ. അവന്മാര് വൺ റാഷ് ഡ്രൈവിംഗ് ആയതുകൊണ്ട് സ്പീഡിലൊക്കെ പോയി. നമ്മള് റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ച് ചെയ്യാറുള്ളൂ. അതെ, ഈ വണ്ടി പിന്നെ 40 വരയ്ക്ക് പോകാത്ത കാരണം അതെ, നമ്മൾ പിന്നെ ആ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാറുള്ളൂ. അത്രേ ഉള്ളൂ. അവന്മാരവിടെ